ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറയേണ്ടത് ഈ വീഡിയോ വരുമ്പോൾ രാത്രി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോഴാണ് അട്ടപ്പാതിരക്കാണോ ഗുഡ് മോർണിംഗ്. നമ്മൾ എടുത്തെടുക്കുന്ന സമയമാണ് പറയണത് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് എന്താ പറയുക, പിന്നെ പണിയൊക്കെ എടുത്ത് ക്ഷീണപ്പെട്ടിട്ടൊക്കെ ഉള്ളതായിരുന്നു. ഞാൻ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നതാണ്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മുടെ ഉണ്ണേട്ടനെ ഞാൻ ഇപ്പോൾ കാണിച്ചു. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഉണ്ണേട്ടന് എന്തെങ്കിലും ഇങ്ങനെ കണ്ട കണങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അമൃതപ്പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അമൃതപ്പൊടി കുട്ടികൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഉണ്ണേട്ടന് എൻ്റെ വീട്ടിൽ നിന്ന് മോന് കിട്ടിയാൽ മോൻ കഴിക്കില്ല. അമൃതപ്പൊടി ഇങ്ങോട്ട് വരും, മുത്താറി അമൃതപ്പൊടി ഇതൊക്കെ. അപ്പം നമ്മൾ തന്നെ അമൃതപ്പൊടി ഉണ്ടാക്കാൻ പോവാണ്. അമൃതപ്പൊടി എന്ത് വെച്ചിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. നമ്മൾ ഗോതമ്പ് വെച്ച് അരി എടുക്കണ്ടെന്ന് പറഞ്ഞു. അരി വേണ്ട പറഞ്ഞേട്ടൻ. അപ്പം നമുക്കത് നോക്കാം. അത് കണ്ട കഴുകി ഇങ്ങനെ ഊറ്റിച്ചിട്ടാണ് ഗോതമ്പ് വറുത്ത് വെച്ച്. അടുത്തത് കടല. ഇതാ കേകി ഇളക്കാൻ വെച്ചു. നമ്മുടെ അളിൻ്റെ ഇട്ടേനെ അതും കൂടി ഇട്ടിട്ട് ഇതാ നമ്മുടെ മമ്പയർ കേക്ക് ഊറ്റി വെച്ചിക്കണം. നമുക്ക് തിരക്കിട്ട പണിയുണ്ട്, അതുകൊണ്ട് നേരത്തെ വെച്ചിരിക്കണം. അതാണ് നമ്മളെ കാണിക്കാത്ത. മിക്സിയിൽ ആട്ടാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പയറിടാം വറുത്ത് വെച്ചിക്കണം. അപ്പം അതും കടലും വറുത്ത് വെച്ചിരിക്കണം. നമ്മുടെ ചെറുപയർ ഊറ്റി വെച്ചിരിക്കണം. അടുത്തേക്ക് വെച്ചിക്കണം, അവിടെ ഊറ്റി വെച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ നവധാന്യം വറുത്തത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉലുവ ഉഴുന്നൊക്കെ കൂട്ടാം. അത് രണ്ടും നമ്മൾ ഉപേക്ഷിച്ച്, അത് രണ്ടും വേണ്ട. ഹലോ, ശർക്കര. ഇത് നമ്മുടെ ശർക്കര നമ്മൾ കുത്തിപ്പൊടിച്ച് വെച്ചിട്ടാണ്. ശർക്കര മുഴുവനോടുള്ള ശർക്കരയായിരുന്നു. 1.5 കിലോ ശർക്കര കൊണ്ടുവന്നിട്ട് ഒരു 5 ആണി ഞാൻ അവിടെ എടുത്ത് വെച്ച്. ബാക്കിയൊക്കെ കുത്തിപ്പൊടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് തോനെ പൊടിയുണ്ട്, അപ്പം കുറച്ച് മധുരം വേണ്ട. ഇനി ഇത് നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് ഭസ്മാക്കും. ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ഈ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നടിക്കും. അപ്പോൾ കണ്ടോ ഗൈസ്, ഇങ്ങനെ പൊടിഞ്ഞു. വീണ്ടും നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ എന്തെല്ലാം ചേർത്ത്, നവധാന്യങ്ങളെല്ലാം ചേർത്ത്, അണ്ടിയും പതവും അതും ചേർത്ത്. കർമ്മൂസ ഇടുന്ന് എല്ലാം വറുത്ത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയേട്ടന് മഴക്കാലാകുമ്പത്തിന് തടി നന്നാക്കാനാണ്. ഇതാ പൊടിച്ചിട്ട് കണ്ട, ഇതാ ഇങ്ങനെ പൊടിക്കൂ. ഹലോ, അപ്പം നമ്മൾ ശർക്കര കൂട്ടി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ നവധാന്യങ്ങളൊക്കെ പൊടിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടാം. ഹലോ, അപ്പം നമ്മൾ പണിയെടുത്ത് ക്ഷീണപ്പെട്ട് ഇരിക്കാട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് കൂട്ടി നമ്മൾ കൂട്ടിയിട്ട് കാണാട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി. സമയം ഒരുപാടായിപ്പോയി, ലൈവിൽ വന്നില്ല. ലൈവിൽ വരണം. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാട്ടോ. നമ്മുടെ വലിയൊരു പാത്രത്തിലേക്കാണ് ഇട്ട്. ഇത് വലിയൊരു ഇതൊക്കെ ചൂട് തണഞ്ഞിട്ടോ. അപ്പം നമ്മൾ ശർക്കര കൂട്ടി വെച്ചതാണ്. അപ്പോൾ മോള് വിളിച്ച് അപ്പം നമ്മൾ പൊടി ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താം കേട്ടോ.
മധുരം ഉണ്ടോ നോക്കിയാണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. നല്ല നട്ടപ്പുരാതാണ് എനിക്ക്. നമുക്ക് ലൈവില് വരണ്ടേ? ഹലോ. ഞാൻ ലൈവിലൊന്നും വന്നല്ല. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് ലൈവിലേക്ക് കിടക്കട്ടെ കേട്ടോ ഗൈസ്. ഇനി നമ്മള് ശർക്കര മൊത്തമായിട്ടിട്ട് അങ്ങനെ പൊടിയൊക്കെ ഇട്ട് ഉമ്മേട്ടാ ഇന്ന് പൊടി തിന്നോ? രാത്രി ഇനി ചപ്പാത്തി വേണം. ടേസ്റ്റ് വെക്കാല്ലെന്ന് നമ്മളെ അരി ചേർത്തില്ല. അതിനെക്കൊണ്ട് അണ്ടി പദം അതൊക്കെ കുറവാട്ടോ. ബാക്കിയെല്ലാം ഓരോ കിലോ. നവധാന്യങ്ങളൊക്കെ ഓരോ കിലോ. ഗോതമ്പ് 1 കിലോ. അരിക്ക് പതിര് ഗോതമ്പ ചേർത്തിട്ടോ. അങ്ങനെ നമുക്ക് നമുക്ക് ലൈവ് ഒക്കെ അറിയാലോ. അപ്പോൾ ഹായ് ഹലോ, നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ബൈ. ഇനി വേണം നമ്മുടെ ഉണ്ണേട്ടം ഇതൊക്കെ കഴിക്കുമ്പോൾ വീഡിയോസ് ഇടട്ടോ. ഇനി നമ്മുടെ മോള് എന്നാ വരാമെന്നൊന്നും അറിയില്ല. അവൾക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കും. ഇത് നമ്മുടെ ഉണ്ണിയേട്ടന് നാറ്റുവേല പിരിക്കാനാണ്. നാറ്റുവേലക്ക് തടി നമുക്ക് നാറ്റുവേല എവിടെയോ കിടക്കാട്ടോ. അമൃതപ്പൊടി വേണം എന്നിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. അമൃതപ്പൊടി അപ്പൊ എല്ലാരും വന്നോളില്ല. കഴിക്കും. ഇത് കിടക്കേ ആവില്ല കേട്ടോ. കുറേ കാലത്തേക്ക് ഉണ്ടാക്കും. നമുക്കൊന്ന് ടേസ്റ്റ് വെക്കാം. ഞാനത് തിന്നേ ഇല്ല. തടിച്ചു പോയി. ഞാൻ കഷ്ടപ്പെട്ടിട്ടൊന്നും മെലിയാണ് കഴിച്ചു. എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തടിക്കണം. അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും ഞാൻ തൊടില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ ചിക്കനും മീനും തിന്നാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ദൂരെ തിന്നാല് കഥ പോക്കാം. അപ്പൊ നമുക്ക് ലൈവിലേക്ക് ലൈവ് കാണേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഇത് ടിന്നിലാക്കി വെക്കാം. അതുപോലെ ആക്കട്ടെ. കുഴ 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 കുഴ. നമ്മുടെ ഉണ്ണേട്ടൻ കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പുണ്യങ്ങളൊക്കെ കൊടുകയാണ് ഗൈസ്. ഇനി ഇതവിടെ നമ്മുടെ അലമാരിയിലൊക്കെ പോയി കേട്ടോ. അപ്പം ബായ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയാവാം കേട്ടോ.